അതില് ആക്ടിവിറ്റി 1 സൂചന. സൂചന എന്ന് പറഞ്ഞാൽ ഹിന്റ്. നമുക്ക് എന്താണ് എഴുതേണ്ട ഒരു ഹിന്റ്, ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഡേ ഓർ പ്രശ്നവും കെ ഉത്തർ ലിഖി. തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിക്കാനാണ് പറയുന്നത്. അതിനുശേഷം കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഭാരത് കാ സബ്സെ ലോകപ്രിയ സ്മാരക് കോൺ സാ ഹെ? ഭാരതത്തിലെ ലോകപ്രശസ്തമായ സ്മാരകം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. കുത്തുബ് മീനാർ, ആഗ്ര കില, താജ്മഹൽ, ലാൽ കില. നമ്മുടെ പാരഗ്രാഫില് താജ്മഹൽ ഭാരത് കാ സബ്സെ ലോകപ്രിയ ഐതിഹാസിക് സ്മാരക് ഹെ ഇതാണ് ഉള്ളത്. അപ്പൊ ഉത്തരം വരുന്നത് താജ്മഹൽ. താജ്മഹൽ കെ പീछे कौन सी നദി ബഹത്തി ഹെ? താജ്മഹലിന് പിന്നിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഗംഗ, യമുന, നീല, സിന്ധു. പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? इसके पीछे से यमुना നദി ബഹത്തി ഹെ. അപ്പൊ ആൻസർ യമുന. താജ്മഹൽ കഹാം സ്ഥിത് ഹെ? താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? താജ്മഹൽ ആഗ്ര में स्थित है, ताजमहल कोचिन में स्थित है, ताजमहल मुंबई में स्थित है, ताजमहल दिल्ली में स्थित है. ഇതൊക്കെയാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പോ ആൻസർ വരുന്നത് ഏതാണ്? താജ്മഹൽ ആഗ്ര में स्थित है. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താജ്മഹൽ के निर्माण के लिए कितने साल लगे थे? താജ്മഹൽ നിർമ്മിക്കാൻ വേണ്ടി എത്ര വർഷം എടുത്തു? ഓപ്ഷൻസ് ഉണ്ട്. 22,000 साल, 22 साल, 25 साल, 30 साल. നമ്മുടെ പാരഗ്രാഫില് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പോ इसके निर्माण के लिए 22 साल लगे थे. ആൻസർ വരുന്നത് 22 साल. ഓപ്ഷൻ ആ. സഹി പ്രസ്താവ് ചുൻകർ ലിഖി. ശരിയായ പ്രസ്താവന എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താജ്മഹൽ ഗ്രീക്ക് വാസ്തുകലാ കാ നമൂന ഹെ. താജ്മഹൽ മുഗൾ വാസ്തുകലാ കാ നമൂന ഹെ. താജ്മഹൽ കേരളീയ വാസ്തുകലാ കാ നമൂന ഹെ. താജ്മഹൽ ബ്രിട്ടീഷ് വാസ്തുകലാ കാ നമൂന ഹെ. ഏതാണ് ഇതിലെ ശരിയായ പ്രസ്താവന? താജ്മഹൽ മുഗൾ വാസ്തുകലാ കാ നമൂന ഹെ. ഇതാണ് ശരിയായത്. നമ്മൾ നേരത്തെ നമ്മുടെ ഈ പാരഗ്രാഫില് പറഞ്ഞിട്ടുണ്ട് താജ്മഹൽ മുഗൾ വാസ്തുകലാ കാ ഉത്കൃഷ്ട നമൂന ഹെ. ഗതിവിധി 2, രണ്ടാമത്തെ ഗതിവിധി സൂചന. हाथियों की रह गुजर घटना वर्णन का अंश पढ़े और प्रश्नों के उत्तर लिखे. ഹിന്റായി തന്നിട്ടുള്ളത് ഹാത്തിയോം കി രഹ് ഗുസർ എന്ന പാഠഭാഗത്തിലെ ഒരു സംഭവ വിവരണത്തിന്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കാം അതെന്താണെന്നുള്ളത്. बच्चे से डिवाइडर पार नहीं हो रहा है. वह लौटी और डिवाइडर के पास जाकर बच्चे को सूंड से सहारा दिया. बच्चे को पीछे से धकेलते हुए दीवार पर चढ़ाया. കുട്ടിക്ക് ആ ഡിവൈഡർ കടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിനാൽ അമ്മ തിരിച്ചു വന്ന് ഡിവൈഡറിന്റെ അടുത്തെത്തിയതിനു ശേഷം കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് സഹായിച്ചു. സഹായിച്ചിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നത്? ആ കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് പിന്നിൽ നിന്ന് തള്ളി ചുമരിലോട്ട് കയറ്റി. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. കിസ്നെ ബച്ചേ കോ സൂണ്ട് സേ സഹാര ദിയ? ഒന്നാമത്തെ ചോദ്യത്തില് ചോദിച്ചിട്ടുള്ളത് ആരാണ് കുട്ടിയെ തുമ്പിക്കൈ കൊണ്ട് സഹായിച്ചത്? ഓപ്ഷൻസ് ഹത്തിനി, ഹാത്തി, യുവക്, ബഡാ ബച്ച. ആൻസർ ഹത്തിനി. ഹത്തിനിയാണ് സഹായിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സൂചനാ പട്ട് തയ്യാർ കരേ. അപ്പൊ ഇവിടെ സൂചനാ പട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് നമ്മൾക്ക് അവിടെയുള്ള എന്താണ് എഴുതേണ്ടത് അത് മാത്രം എഴുതിയാൽ മതി.
അപ്പോ ആനകളുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ എല്ലാവരും ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ ആനകളുടെ ഒരു സഞ്ചാര വഴിയെ സൂചിപ്പിക്കുന്ന ആ ഒരു വാക്കാണ്, സെന്റൻസ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത്. അപ്പോ എന്താണ് എഴുതുക? സാവധാൻ, ജാഗ്രത, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. സാവധാൻ, ഹാത്തിയോं की सड़क पार करने की जगह है. ആനകള് റോഡ് മുറിച്ചു കടക്കുന്ന സ്ഥലമാണ്. ആനകള് റോഡ് മുറിച്ച് കടക്കുന്ന സ്ഥലമായത് കൊണ്ട് ജാഗ്രത പാലിക്കുക. ഇത്രയുമാണ് രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ ചെയ്യാനുള്ളത്. गतिविधि गतिविधि 3 सूचना प्रेम के सिवा और कुछ नहीं, डायरी का अंश पढ़े और प्रश्नों के उत्तर लिखे. പ്രേം കി ശിവ ഓർ കുച്ച് നഹി എന്ന ഡയറിയുടെ ഒരു ചെറിയ ഭാഗം വായിക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കിസി സെ ഫോൺ पर कह रहा था तभी मैंने 20 रुपये निकाल कर उसकी ओर बढ़ा दिए. उसने राहत की सांस ली. അപ്പോ ആരോടോ ഫോണില് പറയുന്നുണ്ടായിരുന്നു. തബി മേനെ, ആ സമയത്ത് ഞാന് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന 20 രൂപ എടുത്ത് അവർക്ക് കൊടുത്തു. ഉസ്നെ റാഹത് കി സാസ് ലി. അപ്പോഴാണ് അയാൾ ഒന്ന് നേരെ ശ്വാസം വിട്ടത്, അല്ലെങ്കിൽ അയാൾക്ക് ആശ്വാസമായത്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖി, ശരിയായ പ്രസ്താവന എടുത്തെഴുതുക. വ്യക്തി ഖുശി മേ ഥാ. ലേഖിക ने उसे नहीं देखा. वह परेशान था. വ്യക്തി ഹസ് रहा था. ഏതാണ് ഇതിൽ ശരിയായ ആൻസർ വരിക? വ പരേഷാൻ ഥാ. അയാൾ ആ 20 രൂപ കിട്ടാത്തത് കൊണ്ട് വിഷമത്തിലായിരുന്നു. അതാണ് ആൻസർ. വ പരേഷാൻ ഥാ. हमें दूसरों से स्नेहिल व्यवहार करना है. इस विषय पर एक लघु लेख लिखे. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഈ വിഷയത്തെ പറ്റി ചെറിയൊരു ലഘുലേഖ, ചെറിയൊരു ലേഖനം, ഒരു ചെറിയൊരു പാരഗ്രാഫ് എഴുതണം. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് എഴുതുക? സ്നേഹിൽ വ്യവഹാർ എന്ന ടൈറ്റിൽ കൊടുക്കാം. ഹം സമാജ് മേ രഹത്തെ ഹൈ. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഹം ദൂസരോം സേ പ്രേം സേ വ്യവഹാർ കരേ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. ഹമാരെ ചെഹ്രെ പർ സദാ ഖുഷി ഹൈ തോ ഹം ദൂസരോം സേ ഭി ഖുഷി സേ ബാത് കരേ. നമ്മുടെ മുഖത്ത് എന്നും സന്തോഷം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രസന്നത ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോടും പ്രസന്നതയോടെ സന്തോഷത്തോടെ സംസാരിക്കണം. ഹമാരെ മൻ മേ കരുണ പ്യാർ ആതി ഹൈ തോ ഹം ദൂസരോं को भी ये दिखाए. നമ്മുടെ മനസ്സിൽ കരുണ, സ്നേഹം ഇതെല്ലാം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ കാണിച്ചു കൊടുക്കണം. ഹം ദൂസരോं से स्नेह से व्यवहार करें. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറണം. तो उनके मन में भी स्नेह भर जाएगा. ഇങ്ങനെ പെരുമാറുമ്പോൾ അവരുടെ മനസ്സിലും സ്നേഹം ഉണ്ടാവും. സ്വാർത്ഥ के बिना हमें दूसरों की मदद करके जिए. സ്വാർത്ഥതയില്ലാതെ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കണം. ഗതിവിധി 4 सूचना जन्नत के बच्चे फिल्मी लेख का अंश पढ़कर नीचे दिए प्रश्नों के उत्तर लिखे. ഹിന്റായി തന്നിട്ടുള്ളത് ജന്നത്ത് കെ ബച്ചെ എന്ന ഫിലിമി ലേഖനം വായിക്കുക. അതിനുശേഷം തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കാം. मैं और समीर एक ही स्कूल में पढ़ा करते थे. अक्सर ऐसा होता था कि कक्षा में कभी किसी का पेन खराब हो जाता था तो कोई अपना पेन भूल आता था. ഞാനും സമീറും ഒരേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ആ ക്ലാസ്സില് ഇടയ്ക്കിടയ്ക്ക് എന്താണ് സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും പേന മോഷണം പോവും, അല്ലെങ്കിൽ കേടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പെണ്ണ് മറക്കും. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കാം. ഹമേഷ
लेखक के कक्षा के छात्र क्या बोल होता था? എല്ലായ്പ്പോഴും ലേഖകന്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്താണ് മറക്കുന്നത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പുസ്തക്, ടിഫിൻ, പെൻ, പെൻസിൽ. പെന്നാണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലേഖക് ഓർ സമീർ के बीच का वार्तालाप लिखे. ലേഖകം സമീറും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറയുന്നത്. നോക്കാം സംഭാഷണം തയ്യാറാക്കാം എങ്ങനെയാണ് നോക്കാം. ലേഖക് സമീർ ഏക് ബാത് ഹൈ. ലേഖക് സമീറിനോട് പറയാണ് സമീർ ഏക് ബാത് ഹൈ, ഒരു കാര്യമുണ്ട്. സമീർ ക്യാ ഹൈ, എന്താണ്? ലേഖക് മേരാ പെൻ ഭൂൽ ഗയ, എന്റെ പേന മറന്നു. സമീർ മേരെ പാസ് പെൻ ഹൈ, എന്റെ കയ്യിൽ പേനയുണ്ട്. ലേഖക് തോ സമീർ ഹമ്മിൽ ബാണ്ട് കർ ലിഖേ. അതുകൊണ്ട് നമ്മൾക്ക് പരസ്പരം പങ്കുവെച്ച് എഴുതാം, അല്ലെങ്കിൽ ഓരോരുത്തരായി പങ്കുവെച്ച് എഴുതാം എന്നാണ് പറയുന്നത്. ലേഖക് ടീച്ചർ ദേഖേ തോ, ടീച്ചർ കണ്ടാലോ. സമീർ നഹി, കാണില്ല. പെഹ്ലാ ലൈൻ തും, ആദ്യത്തെ ലൈൻ നീ. ലേഖക് ഫിർ, പിന്നെ സമീർ ദൂസരാ ലൈൻ മേ ലിഖോ, രണ്ടാമത്തെ ലൈൻ ഞാൻ എഴുതാം. ലേഖക് അച്ഛ. ഇത്രയുമാണ് സംഭാഷണത്തിൽ വരുന്നത്. അഞ്ചാമത്തെ ഗതിവിധി സൂചന. ബയാ ഹമാരി ചിടിയ റാണി കവിതാ കാംഷ് പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖേ. ബയാ ഹമാരി ചിടിയ റാണി എന്ന കവിതയുടെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നോക്കാം. ഫിർ अंडे से ये की तू जब निकलेंगे नन्हे बच्चे तब हम आकर भारी भारी से कर लेंगे उनकी निगरानी. മുട്ട പിരിയിച്ചു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമല്ലോ, പക്ഷി കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് ഞങ്ങൾ ഓരോരുത്തരായി മാറി മാറി വന്ന് പക്ഷി കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊള്ളാം, അല്ലെങ്കിൽ നോക്കിക്കൊള്ളാം. ക്വസ്റ്റ്യൻസ് നോക്കാം. നന്നെ ബച്ചിക്കോ കോൺ ചാക്കർ നിഗരാനി കർ ലേംഗെ. നന്നെ ബച്ചിക്കോ, ആരാണ് അല്ലെങ്കിൽ ആര് വന്നിട്ടാണ് സംരക്ഷിക്കുന്നത്? ഉത്തരം ബച്ചെ. സഹി മിലാൻ കരെ, മാച്ച് ദ ഫോളോയിങ് ആണ്, ചേരുംപടി ചേർക്കുക. അണ്ടേ ഏതാണ് വരിക? സേയേങ്കി. നന്നെ ബच्चे निकलेंगे, बच्चे देखेंगे, चिड़िया उड़ेंगे. गतिविधि 4 सूचना. गांधी जी की नमक कथा कहानी का अंश पढ़े और नीचे दिए प्रश्नों के उत्तर लिखे. ഹിന്റായി കൊടുത്തിട്ടുള്ളത് ഗാന്ധിജിക്ക് നമക് കഥ എന്ന കഥയുടെ ചെറിയൊരു ഭാഗം വായിക്കുക. വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र के किनारे गांव चल पड़े. ഗാന്ധിജി വർഷങ്ങൾക്ക് മുൻപ് തന്റെ കുറച്ച് കൂട്ടുകാരുമൊത്ത് അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദാണ്ഡി സമുദ്ര തീരത്തുള്ള ഗ്രാമത്തിലോട്ട് യാത്ര തുടങ്ങി. वे वहां जाकर समुद्र की पानी से खुद नमक बनाकर अंग्रेजों का काला कानून तोड़ना चाहते थे. അദ്ദേഹം അവിടെ എത്തി സമുദ്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് സ്വയം ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ കരിനിയമം ഇല്ലാതാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇനി ക്വസ്റ്റ്യൻസ് എന്താണ് നോക്കാം. ഗാന്ധിജി കിസ് സമുദ്ര തട്ട് പർ ആയേ. ഏത് സമുദ്ര തീരത്താണ് വന്നത്? ആൻസർ ദാണ്ഡി. ഗാന്ധിജി अहमदाबाद से पैदल चलकर दांडी पहुंचे, खुद नमक बनाकर अंग्रेजों का कानून तोड़ा. इस घटना पर समाचार पत्र के लिए एक रिपोर्ट तैयार करे. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിജി അഹമ്മദാബാദിൽ നിന്ന് കാൽനടയായി ദണ്ഡി എത്തി, സ്വയം ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ഇല്ലാതാക്കി. ഈ സംഭവത്തെ വിവരിച്ച്
ന്യൂസ് പേപ്പറിന് വേണ്ടി ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ഒരു ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിലായി കൊടുത്തിട്ടുള്ളത് ആസാദി കി ഓർ കാ രാസ്ത, സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി. പിന്നെ സ്ഥലം ദാണ്ഡി. अंग्रेजों के अत्याचारों और लूट के विरुद्ध आवाज उठाते वह महान आदमी गांधी जी दांडी समुद्र किनारे आए. लोग उनके साथ थे. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. नमक को टैक्स लगाने के विरुद्ध उन्होंने वहां के समुद्र के किनारे से मुट्ठी पर नमक उड़ाया. ബ്രിട്ടീഷുകാര് ഉപ്പിന് ടാക്സ് ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് അവിടുത്തെ സമുദ്രതീരത്തിൽ നിന്ന് ഒരു പിടി കൈ നിറയെ ഉപ്പെടുത്തു. लोगों ने कहा कि गांधी जी ने देश को आजाद होने का रास्ता खोल दिया है. ജനങ്ങൾ പറഞ്ഞു, രാജ്യത്തെ സ്വതന്ത്രമാക്കാനുള്ള വഴി ഗാന്ധിജി തുറന്നു.